അപ്പോൾ വെൽക്കം ടു ജസ്പേഡ് ഇന്റർനാഷണൽ. നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വിസിറ്റിൻ്റെ ഒരു ഉദ്ദേശം ഇതാണ്. ചന്ദന മരങ്ങളും അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായ 2-3 ടീമുകൾ നമുക്കിവിടെ കൂടെ ഉണ്ട് ജസ്പേഡിൻ്റെ. അപ്പോൾ അവരുമായിട്ട് ഈ ചന്ദന മരത്തിനെ കുറിച്ചും ചന്ദന തേനെക്കുറിച്ചുമുള്ള അവയർനെസ് എന്തൊക്കെയാണ്, നമ്മുടെ സംശയങ്ങളൊക്കെ ഒന്ന് ദൂരീകരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. ഓക്കെ മിസ്റ്റർ ഷിബു, ദ ടീം ലീഡർ ഓഫ് ജസ്പേഡ്. താങ്ക് യു സാർ. എൻ്റെ പേര് ഷിബു. ഞാൻ എടപ്പള്ളിയിലാണ് താമസം. ഞാനിപ്പോൾ ജസ്പേഡിൻ്റെ കൂടെ ഈ ചന്ദനത്തോപ്പിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷം ആകാറായി. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ജസ്പേഡ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പാടിച്ചിറയിൽ, വയനാട് പാടിച്ചിറയിലുള്ള തോട്ടത്തിലാണ്, പ്ലാന്റേഷനാണ് നിൽക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 3-3.5 ഏക്കർ സ്ഥലത്തോളം നമുക്ക് ഇവിടെ ഇപ്പോൾ തൽക്കാലം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത സ്ഥലം എൻ്റെ ബാക്കിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന കന്നൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 19 മാസം പ്രായമായിട്ടുണ്ട്. അപ്പോൾ 19 മാസം. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവെടുത്ത് കഴിഞ്ഞാൽ ഒരു 17-18 സെൻറ്റിമീറ്ററോളം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. കാരണം ഈ 17 സെൻറ്റിമീറ്റർ അല്ലെ 18 സെൻറ്റിമീറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്കൊരു 3-3.5 വർഷം കഴിഞ്ഞാലാണ് അതിൻ്റെ വളർച്ച കിട്ടാറുള്ളത്. പക്ഷെ ഇവിടുത്തെ മണ്ണ് ബ്ലാക്ക് സോയിലാണ്. അത് തന്നെ എല്ലാ സമുദ്രനിരപ്പിൽ ഇന്ന് 700 മീറ്റർ ഹൈറ്റുള്ള സ്ഥലത്താണ് ഈ സാധനം പെട്ടെന്ന് വരുള്ളൂ. അപ്പൊ അതിന് പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് വയനാട്. 700 മീറ്റർ ഇത്ര ഹൈറ്റിന്റെ ഒരു ഉദ്ദേശം എന്താ, അതിന്റെ കണക്ക് എന്താ? അത് ഗവൺമെന്റിന്റെ വാട്ടർ ലെവലിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്ന് ഇത്ര ഹൈറ്റിൽ വരണം. ചുരം നിൽക്കുന്നത് 2800 അടി ഹൈറ്റിലാണ്. അപ്പൊ 2800 ആയിട്ടുണ്ട്. പിന്നെ സാധാരണ ആൾക്കാർ പറയും ചന്ദനം വെച്ച പിടിക്കില്ല, വളരില്ല. ശരിയാണ്, അവർ പറയുന്നത് കറക്റ്റാണ്, വരില്ല. കാരണം 30-35 വർഷമായ ചന്ദനം എനിക്കറിയാം വളരെ വണ്ണം കുറഞ്ഞ രീതിയിൽ നിൽക്കുന്നു. ചിലർ പറയണ കേൾക്കാം, ഞാൻ കല്യാണം കഴിച്ചിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ചന്ദനമരം ഉണ്ടായിരുന്നു, അത് 35 കൊല്ലമായിട്ട് ഞാൻ കാണുന്നതാണ്, വളരില്ലെന്ന് പലരും പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വളരാത്തെന്നുള്ള കാര്യം അവർക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു അർത്ഥപരാഗ സസ്യമാണ്. ഇത് സ്വന്തമായിട്ട് വെള്ളവും വളവും വലിച്ചെടുക്കാൻ കഴിവില്ലാത്തൊരു മരമാണ് ചന്ദനമരം, അതായത് ചെറുപ്പത്തിലെ. അപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ മറ്റുള്ള റൂട്ട്, അതായത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് പൊന്നാങ്കണ്ണി ചീര, അത് നമുക്ക് കാണാം. ഇതാണ് സാധനം. ഇത് സ്റ്റാർട്ടിൽ അത് സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് വെച്ചു കൊടുക്കും. അപ്പൊ ഇത് തമ്മിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ കണക്ട്, വേരുകൾ തമ്മിൽ, റൂട്ടുകൾ തമ്മിൽ കണക്ട് ആവും. എന്നിട്ട് ഇത് വലിച്ചെടുക്കുന്ന ഫുഡാണ് ഈ നമ്മുടെ ആശൻ കഴിക്കുന്നത്. അല്ലെങ്കിൽ അവൻ മടിയനായിട്ട് അങ്ങനെ നിൽക്കും. അതാണ് നമ്മുടെ നാട്ടിൻ പ്രദേശം. സത്യം പറഞ്ഞാൽ മറ്റുള്ള മോഷ്ടിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഇവനെ മോഷ്ടിച്ചോണ്ട് പോണത്. ഇവൻ മോഷ്ടിച്ചാണ് ജീവിക്കുന്നത്. ഈ തൈക്കള് മാത്രമുള്ള ഘട്ടം ഘട്ടം